ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റവയും ചിക്കൻ മസാലയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നെയ്പ്പത്തലിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിലേക്ക് കറി ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മളിതിന് ഒരു ബൗള് റവ എടുത്തിട്ടുണ്ട്. ആദ്യം 1.5 ബൗൾ റവയാണ് കേട്ടോ എടുക്കുന്നത്. ബൗളിലൊക്കെ ഏതെങ്കിലും പാത്രത്തിൽ അളന്നെടുക്കണം. കപ്പിലാണെന്ന് വെച്ചാൽ 3 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അളന്നെടുക്കുന്നത്. ഇത് ഒരു 1.25 ടേബിൾ സ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ, അതുകൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 ചെറിയ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലോണം ഈ റവ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഈ പൊടികളൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ എടുത്ത അതേ അളവിലെ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത്. നമ്മൾ 1.5 പാത്രം റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 പാത്രം റവയ്ക്ക് 2 പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 3 കപ്പ് റവയാണ് എടുക്കണമെങ്കിൽ 4 കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് വെള്ളം, 2 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. 1 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്തെടുക്കുക കേട്ടോ. നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് കൂടി ചേർത്തെടുക്കുമ്പോൾ. ഇനി ഇത് നല്ലോണം വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ റവയിലേക്ക് നമുക്ക് ഈ വെള്ളം, തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുന്നേ നമുക്ക് ഒരു സവാള, ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് വേണമെങ്കിൽ അത് ചേർത്തെടുക്കാം. പിന്നെ ചെറിയ ജീരകം വേണമെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഞാനത് ചേർത്തെടുക്കണില്ല, നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് ചേർക്കണില്ല. എന്നിട്ട് ഈ വെള്ളം, തിളച്ച വെള്ളം നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം ആക്കിയെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വെള്ളം ഏറിപ്പോകുമെന്ന് തോന്നും, പക്ഷേ ഇല്ല, വെള്ളമൊക്കെ നമുക്ക് ഈ റവ കുടിച്ച് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റവയൊക്കെ നല്ലോണം വെള്ളം ഊറി നല്ല കുറുകി വന്നിട്ടുണ്ട്, കട്ടയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. പക്ഷെ നല്ല ചൂടല്ല, കുറച്ച് ചൂട് തന്നെയുള്ളൂ. ചൂട് കൈ കൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പാകത്തിന് ആകുമ്പോൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. കൈമേലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൈമ കുറച്ച് നെയ്യോ എണ്ണയോ തേച്ചെടുക്കാം. എന്നിട്ട് ഇതാ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. കുഴച്ച് ഉരുട്ടിയെടുക്കണം എന്നൊന്നുമില്ല, ചൂടുണ്ട്. ചൂടാറിയതിൻ്റെ ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ചൂടുണ്ട്, ഞാൻ ചൂട് കൊടുക്കുന്നതാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ലഞ്ച് ബോക്സിൽ കൊടുത്ത് വയ്ക്കാനും പറ്റും. ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒരു ഉരുള ഉരുട്ടി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുക. ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടി വരണമെങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈവിരൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ വടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വടയാവുമ്പോൾ നല്ല ഉണ്ട ഷേപ്പായിരിക്കും, പക്ഷേ അത്ര അങ്ങോട്ട് തിക്കില്ലാണ്ടാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. നല്ല തിക്ക് കുറച്ചിട്ടും അല്ല, എന്നാൽ നല്ല തിക്കിലും അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെയാണ്, ഇത്രയും മതി. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കൈവിരൽ വെച്ചിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും തിക്ക് മതി കേട്ടോ, കൂടുതൽ തിക്കാവണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കൈവെള്ളയിൽ ഒരു ഉരുള എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക, എന്നിട്ട് കയ്യിലൊന്ന് പരത്തിയെടുക്കുക. ഇത് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ, നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുണ്ടാക്കിയതുകൊണ്ട്. ഇനി ഒട്ടിപ്പിടിക്കുകയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ കയ്യിൽ തടവി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ നടുവിൽ ഹോൾസ് ഇടുമ്പോൾ വേണമെങ്കിൽ വിരലിൽ കുറച്ച് എണ്ണ തൊട്ട് കൊടുത്തിട്ട് ആക്കിയാലും മതി കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ പുറത്തൊന്നും ഒന്ന് എടുത്ത് ഈ മാവ് ഈ പുറത്തേക്ക് വന്നതൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വടയുടെ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ.
ഇപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക. ചൂടായതിൻ്റെ ശേഷം മീഡിയത്തിൽ വെക്കുക കേട്ടോ. മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് പരന്ന പാത്രമാണ് എടുക്കണത്, നമുക്ക് എളുപ്പത്തിൽ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പിന്നെ നമുക്ക് കൂടുതലും തോനെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട, നേരം കൂടുതലാവില്ല. ഇതാവുമ്പോൾ നമുക്കിതിൽ കുറേ എണ്ണം ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ പരന്ന ഫ്രൈ പാനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5 or 6 വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ. നല്ല രുചിയാണ്, പക്ഷേ ഹാർഡാവൊന്നുമില്ല. ഏത് പല്ലില്ലാത്തവർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇത് പുറം ഭാഗം ഉള്ളിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഇതാ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുറം ഒന്ന് നല്ലോണം ഒന്ന് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുക്കാക്കിയെടുക്കണം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇത് എടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ ഒരു പുറം ആയിട്ടുണ്ട്. ഈ പുറം കൂടി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എണ്ണയും കുടിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് വെള്ളം ചേർത്തെടുക്കുമ്പോൾ നമുക്ക് എണ്ണ കുടിക്കാണ്ട് നമുക്കിതെല്ലാതും ഈ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട് കണ്ടല്ലോ. ഇപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് കറി ഒന്നും വേണമെന്നില്ല. ഇനി നിങ്ങൾക്ക് കറി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കോരി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ എണ്ണയ്ക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒരേപോലെയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് മടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാട്ടെ. ഇത് 4 മണി പലഹാരമായിട്ടും കഴിക്കാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാം. അപ്പോൾ അവർ നല്ല ടേസ്റ്റോടെ കഴിച്ചോളും. ചോറൊക്കെയാണെന്ന് വെച്ചാൽ അവർ കഴിക്കില്ല. രാവിലെ നമ്മൾ ദോശ ഇഡ്ഡലി ഒന്നും കൊടുത്താൽ അവർക്ക് വലിയ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ അതാ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.